ഹായ് ഗൈസ്, ഇന്ന് ഞാനൊരു മൾട്ടി സീരിയൽ ഗ്രാനോള ഉണ്ടാക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്സിനും ഒക്കെ പെർഫെക്റ്റ് ആണ്. കുറച്ച് ഹെൽത്തി വേർഷനാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് മൾട്ടി സീരിയൽ ഗ്രാനോള ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഡ്രൈ ബ്ലൂബെറീസ് ഒരു 60 grams. നിങ്ങൾക്ക് ഇതിന് പകരം റൈസൻസ് എടുക്കാം. റാഗി ഫ്ലേക്സ് ഒരു 30 grams, ജോവോ ഫ്ലേക്സ് ഒരു 60 grams. ഇതിന് പകരം നിങ്ങൾക്ക് ബാർലി ഫ്ലേക്സും എടുക്കാം. റോൾഡ് ഓട്സ് 60 grams. മിക്സ്ഡ് നട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ഏതെങ്കിലും ഒന്നായാലും മതി. സൺഫ്ലവർ സീഡ്സും പംകിൻ സീഡ്സിൻ്റെ മിക്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 50 grams ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നട്ട്സ്. ഞാനിവിടെ മിക്സ്ഡ് നട്ട്, പീനട്ട്, കാഷ്യൂ, ബദാം ഇത്രയും എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 50 gram. ഇതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഹണി ഒരു 80 grams ഉണ്ട്. ഇതിൽ തന്നെ ഒരു 1/2 teaspoon വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇതെല്ലാം ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യുക. ബ്ലൂബെറീസ് മാത്രം ഞാൻ ബേക്ക് ചെയ്ത് വന്ന ശേഷം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു ബിഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഹണിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഒരു 1/2 hour വെക്കണം. 1/2 hour വെച്ച ശേഷം ആ ഒരു ഹണിയൊന്നും എല്ലാവിടേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഓവൻ 160 degrees Celsius പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 10 minutes പ്രീഹീറ്റ് ചെയ്യുക. എന്നിട്ടൊരു ഇതെല്ലാം ഒന്ന് 1/2 hour സെറ്റായിട്ട് വരും. ഹണിയെല്ലാം ഒന്ന് അബ്സോർബായിട്ട് വരും. അതിന് ശേഷം ഒരു 10 minutes ബേക്ക് ചെയ്യുക. ബേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രാനോള റെഡി ആവും. അപ്പോൾ ഞാനൊരു 1/2 hour വെച്ചിട്ടുണ്ട്. ഓവൻ പ്രീഹീറ്റായി വന്നു. ഇതിലേക്ക് നന്നായിട്ട് പാനിലേക്ക്, ഷീറ്റിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ ഓവനും ഓരോ പോലെ ഇരിക്കും. ചിലപ്പോൾ 10 മിനിറ്റിലെടുക്കുക. എനിക്ക് 10 മിനിറ്റിലായി. നിങ്ങൾക്ക് ചിലപ്പോൾ 15 മിനിറ്റ് എടുക്കുമായിരിക്കും. ഷീറ്റിൻ്റെ വലുപ്പം, ഓവൻ്റെ ടെമ്പറേച്ചർ ഒക്കെ നോക്കിയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരണം. അതാണ് ഗ്രാനോള ആയി എന്നുള്ളതിൻ്റെ അർത്ഥം. നല്ല ക്രിസ്പായിട്ട് വരും. ഒന്ന് ചൂടാറാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ഹാർഡായിട്ട് വരും. അതുകൊണ്ട് വേഗം തന്നെ ഇളക്കി കൊടുത്തോളൂ. ഒന്ന് ഇളക്കി വന്നു കഴിഞ്ഞ ഉടനെ നമ്മൾ മാറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂബെറീസാണ്, ഡ്രൈ ബ്ലൂബെറീസാണ്. റൈസൻസും നല്ല ഓപ്ഷനാണ് കേട്ടോ. ഒരു 60 grams ആണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇട്ട് കൊടുത്തിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഡബ്ബയിലിട്ടിട്ട് കുറച്ച് കാലത്തോളം നമുക്ക് പുറത്ത് തന്നെ വെച്ചിരിക്കാൻ പറ്റും. വേണ്ട സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനോ സ്നാക്കായിട്ടോ തൈരും പാലും ഒക്കെ ഒഴിച്ച് കഴിക്കാം. പെർഫെക്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഹെൽത്തിയാണ്. കാരണം റാഗിയും ജോവറും ബാർലിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.